വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സൺഡേ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എനിക്ക് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ദുബായ് മുകളിൽ പോണതും പിന്നെ ഒരു സിനിമയ്ക്ക് പോയത്, രേഖാചിത്രം കാണാനൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തുമ്പോൾ ഏകദേശം പുലർച്ചെ 4 മണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിടന്നുറങ്ങി എണീക്കാൻ ഭയങ്കര ലേറ്റായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ താഴെയുള്ള വെജ്മി റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മീൻ കറി, മീൻ വറുത്തതും ചോറൊക്കെ കൂടി സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. കുക്കിംഗ് മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈവനിങ്ങിൽ എനിക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം. എല്ലാതും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ശരതനും ഋതു അത് ഹാളിലിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഋതുവിന് ചില സമയത്ത് അവന് ഉറങ്ങേണ്ട സമയമായിരിക്കണം, അപ്പോൾ കരച്ചിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ശരതനും അവനും കൂടി ഹാളിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ എന്താ നമുക്ക് വീഡിയോ ചെയ്താലോ. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഓർഡർ ചെയ്യുക. അപ്പോൾ അവർ അന്നുള്ള ഏതോ ഫ്രഷ് ആയിട്ടുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ മത്തിയിൽ അത് വാങ്ങി. അപ്പോൾ അത് നല്ല ഫ്രൈ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ശരത്തനും പറഞ്ഞു കേര എന്ന് പറയുന്ന മീൻ അതും നല്ലത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വാങ്ങിയത്. ആ മീൻ കറി വയ്ക്കാം, മറ്റേത് വറുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ, ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണാം കേട്ടോ. ഇത് ഓൾറെഡി അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് അവർ തന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ അവനൊരു ഷേക്ക് അടിച്ചിട്ട് കൊടുക്കാം. ശരത്തായിട്ട് അവന് കൊടുത്തോളും, ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മാങ്ങ ഞങ്ങളൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഷേക്ക് അടിച്ചിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, വിത്തൗട്ട് തണുപ്പ്. ഓക്കെ. നല്ല മാങ്ങയാണ്, നല്ല ഇഷ്ടമുണ്ട് ഇങ്ങനെ. നല്ല മാങ്ങയായിരുന്നു. ഇത് ഫുള്ളൊന്നും എടുക്കില്ല കേട്ടോ, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മതി അവന്. ബാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മധുരം വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ മാങ്ങ വാങ്ങിയത്. ഞാൻ ഋതുവിന് മറ്റേ പഴവും പീനട്ട് ബട്ടറും വെച്ചിട്ട്, നേന്ത്രപ്പഴമല്ല കേട്ടോ, മറ്റേ പഴമില്ലേ, റോബസ്റ്റ് ടൈപ്പിലുള്ളൊരു പഴം, ആ പഴം പീനട്ട് ബട്ടറും വെച്ചിട്ടുള്ള ഷേക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ പഴം പക്ഷെ അത്രയ്ക്ക് കണ്ട് പഴുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നാൽ മാങ്ങ നേരത്തെ ഞങ്ങൾ കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ അത് വെച്ചിട്ട് അവന് ഒരു ഷേക്ക് അടിച്ച് കൊടുക്കാം. പിന്നെ ഋതുവിന് ഷെയ്ക്കൊക്കെ കൊടുത്തു. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഭയങ്കര ഉറക്കമായിട്ട്, അവൻ്റെ ഉറക്കത്തിൻ്റെ സമയമാണിത്. അപ്പോൾ അവന് ചരിത്രം കൂടിയിട്ട് നല്ലൊരു ഉറക്കമായിരുന്നു. കാരണം അവൻ ഒറ്റയ്ക്കാണ് ബെഡിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂറേ ഉറങ്ങുള്ളൂ. ആരെങ്കിലും കൂടി ഒപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അവൻ കുറച്ച് കൂടുതൽ നേരം ഉറങ്ങിക്കോളും. അപ്പോൾ ശരത്തേട്ടനും അവനും കൂടിയിട്ട് ഉറങ്ങിയ സമയത്തിൽ ഞാൻ എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ചോറ്, മീൻ കറി, മീൻ വറുത്തത്, ഈ അച്ചാറും പുളിയിഞ്ചിയൊക്കെ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ ഫുഡ് കഴിച്ചു. ഋതു എണീറ്റ് വന്നപ്പോൾ ഋതുവിനും ഫുഡ് കൊടുത്തു കേട്ടോ. അതിന് ശേഷം എനിക്ക് ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ ഹാളിൽ കുറച്ച് നേരം വന്നിരുന്ന് ഞങ്ങളിതേ ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് കാർട്ടൂണാണല്ലോ. എനിക്ക് ശ്രുതിയേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു ഈ ടോം ആൻഡ് ജെറിയുടെ കാർട്ടൂണ്. അപ്പോൾ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ CD കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. ഈ സംഭവം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാർട്ടൂണായിരുന്നു. ശരത്തേട്ടനും അതേ ഭയങ്കര ഇഷ്ടമുള്ള കാർട്ടൂണായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നപ്പോഴത്തേനും പിന്നെ 6:45 നമ്മളൊരു 6:45 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ഡാൻസിന് ഇറങ്ങും. 7:30ക്കാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മുടി കെട്ടി വെച്ചിട്ട് വേണം പോവാൻ. ഞാൻ ഇന്നലെ പെട്ടെന്ന് ഞാൻ ക്രാബൊക്കെ ഇടക്കാൻ മറന്നിട്ട് മുടി അഴിച്ചിട്ട് പോയപ്പോഴത്തേനും സാറ് പറഞ്ഞു മുടി കെട്ടി വെക്കണം. അതാണ് ഞാൻ ഫുള്ള് ഇങ്ങനെ ഒതുക്കി കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസ്സിന് ഇവിടെ നിന്ന് നമ്മളൊരു 15 മിനിറ്റ്സ് മതി കേട്ടോ. നമ്മളിപ്പോൾ 7:15 പോയി കഴിഞ്ഞാലും അവിടെ ഒരു 7:30 ആകുമ്പോൾ എത്തും. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഫ്രീ പാർക്കിംഗ് ആണല്ലോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്രാവശ്യം പോയപ്പോഴും അതെ, നമുക്ക് ഭയങ്കര ദൂരത്തായിരുന്നു പാർക്കിംഗ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഓടിക്കതച്ച് ക്ലാസ്സിലെത്തുമ്പോഴത്തേനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. ഭയങ്കര ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിയോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. ചേച്ചി ഉണ്ടല്ലോ ഡാൻസ് ക്ലാസ്സിന്, അപ്പോൾ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ചേച്ചിയൊക്കെ ഓൾറെഡി ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമാണ് ഡാൻസ് ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഹെവി ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സാറ്റർഡേക്ക് മാറ്റാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ
ലുലുവിൻ്റെ അടുത്തുള്ള സൽക്കാരയിൽ പോയി. കുറേ കാലമായിട്ട് അങ്ങോട്ട് പോയിട്ട്, ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വെള്ളയപ്പം ഡ്രാഗൺ ചിക്കനും കഴിച്ചു. ശരത്തേട്ടൻ ഒരു അൽഫാമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്റ്റാർട്ടറായിട്ടൊരു തവ ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ